ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ ഫോണിലല്ലേ ഞാൻ ഫേസ്ബുക്ക് തുറന്ന് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു കൊച്ച് എന്നെക്കാട്ടി ചെറുതാട്ടോ ആ കൊച്ച് വരയ്ക്കുന്ന കണ്ടാണ് ഇന്ത്യനെ. അപ്പോൾ 4 അക്ഷരങ്ങളായിട്ടാണ് അത് വരയ്ക്കുന്നത്. 4 അക്ഷരങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെയൊക്കെ വരയ്ക്കും. അപ്പോൾ അത് ആ കൊച്ചു വരച്ചപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നി. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അത് അത്ര ഈസി ആവില്ല. ഞാൻ 4 അക്ഷരം എന്ന് പറഞ്ഞിട്ട് 3 പേരല്ലാട്ടോ കാണിച്ചത്. അതൊന്നും എന്താ പറയുക മൈൻഡ് ആക്കണ്ട. അപ്പം ഞങ്ങൾ ആദ്യം ഫസ്റ്റ് ആ വീഡിയോ കാണിച്ചിരുന്നായിരിക്കും. എന്നിട്ട് ഞങ്ങളത് ട്രൈ ചെയ്യും. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ ആയെന്ന് വരില്ല. ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ആവുമായിരിക്കും. നിങ്ങൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, അപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള സാധനം എടുത്തിട്ട് തരാം കേട്ടോ. നീ ആ സ്കെച്ചും പിന്നെ വൈറ്റ് ബോർഡ് പെന്നും പിന്നെ ആ റബ്ബർ എടുത്തിട്ട് ഞാൻ ഈ ബോർഡ് എടുത്തിട്ട് തരാം. ഓക്കെ, 3 സാധനങ്ങൾ പറഞ്ഞുപോയി. ഇപ്പം എനിക്ക് വരാം. എനിക്ക് 2 സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോവാം. അപ്പോൾ അത് വസ്തുട്ട് കാർഡ്ബോർഡ് വെച്ച് ഇത് മുട്ടിക്കുന്നു കേട്ടോ. അപ്പോൾ വരയ്ക്കാനുള്ള സാധനമൊക്കെ ഇവിടെ ആട്ടോ വെച്ചേക്കണത്. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ബോർഡ് പെന്ന് കിട്ടുന്നതായിരിക്കും. ഈ പേന ഇതിപ്പോൾ വരച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വായിച്ചറിയാൻ പറ്റും. ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ വരയ്ക്കാൻ നോക്കുന്നത്. ഇത് ചിലവർക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് വരച്ചു നോക്കാം. ശരിയാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം എക്സ് വരയ്ക്കണം. പിന്നെ നമ്മൾ മാർക്ക് ഇപ്പം ശരിയാണെങ്കിൽ നമ്മളിങ്ങനെ ശരിയെന്നിടില്ല, അതിന് തിരിച്ചിടണം. ഇത് അത് വരയ്ക്കാൻ എനിക്ക് പാടാണ്. ഒന്നുകൂടി ചേട്ടാ, അതെനിക്ക് പാടാട്ടോ. എനിക്കത് കിട്ടുന്നില്ല. ഒരു പാടായിട്ടുണ്ട്. അത് മതിയായിരിക്കും. ഇനി നമുക്ക് ഒരു വി വരയ്ക്കാം കേട്ടോ. പിന്നെ എന്തായിരുന്നു കെ ഇവിടെ വരയ്ക്കുക. പിന്നെ ഇങ്ങനെ ഒരു വര വെച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വരച്ച് നോക്കാം കേട്ടോ. എനിക്ക് അറിയില്ല ഇത് റെഡി ആവുമെന്ന്. ശരി, ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഒന്നുകൂടെ വരയ്ക്കട്ടെ. ഓക്കെ, ഇപ്പം ഇത്തിരി റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇത് ഇതാക്കാം കേട്ടോ. ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് വർക്കാവുമെന്നൊന്നും അറിയില്ല, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ 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 വന്നിട്ട് വർക്കാവുന്ന അറിയില്ല എന്ന് പറയരുത്. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് കെയിൻ്റെ അടുത്തെത്തുമ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ
എനിക്ക് തോന്നുന്ന എങ്ങനെയാന്നാ എനിക്കറിയില്ല. ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയിട്ടുണ്ടാവല്ലേ? അപ്പൊ ഗായ്സ് ഇത് റെഡി ആയല്ല, അത് ഫ്ലോപ്പ് ആയി പോയി. ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാട്ടോ. നമുക്ക് ഇങ്ങനൊന്നും അല്ല. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യാം. നമുക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്യും. ബ്ലൂ ട്രൈ ചെയ്യാം. ബ്ലാക്ക് ബ്ലാക്ക് ഇത്രയും മതി. ഒന്നുകൂടെ വരയ്ക്കട്ടെ. എല്ലാം ഒന്നുകൂടെ വരയ്ക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ അത് മര്യാദയ്ക്കാവില്ല. റെഡി ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ശരി തലവരിഞ്ഞാട്ടോ വരയ്ക്കേണ്ടി ഇപ്പോഴും. എനിക്ക് നന്നായിട്ട് അറിയില്ല. ഞാൻ വേറെ രീതിയിൽ എത്തുന്നത്. ഇത് വർക്കാവുന്നില്ല. ഒന്നുകൂടെ റെഡി ആയിട്ടുണ്ടോ? റെഡി ആയിട്ടുണ്ട്. പ്രശ്നം റെഡി ആയിട്ടുണ്ടാവും. അറിയില്ല. ഇത് മൊത്തം വരച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാട്ടോ. ഇവിടെ എല്ലാം മറന്നുപോയ പോലെ തോന്നുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അത് നന്നായിട്ട് ശരിയായില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കെ. ഇനി നമുക്ക് വരച്ചു നോക്കാം കേട്ടോ. പോയിട്ട് പോയിട്ട് ഇനി നമുക്ക് ഇങ്ങനെ തന്നെ വരച്ചു നോക്കാം. അത് ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വരുമ്പോൾ 1 2 പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാം. ഇതെല്ലാം ഒന്നുകൂടി ചെയ്തോട്ടെ. ഇങ്ങനെയെല്ലാം പ്രാവശ്യവും റെഡി ആയില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എൻ്റെ ലാസ്റ്റ് ട്രൈ ചെയ്യാം. പക്ഷെ കുഞ്ഞക്കന് ഇത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തിട്ടോ. ഞാൻ ട്രൈ ചെയ്തോട്ടെ. ഇത്തിരി ഇളക്കിയൊക്കെ പോയി. എന്നിട്ട് ഇതിലേ വന്നിട്ട് ഇതിലിങ്ങനെ ഇതിലെ പായിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ. ഏകദേശം ആയല്ലേ ഉണ്ട്. അതിന് അപ്പൊ ഇത് റെഡി ആയില്ല. പക്ഷെ ഒരു 5-4 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ മൊത്തം നന്നായിട്ടായിട്ടില്ല. ഇനി കുഞ്ഞക്കൻ ചെയ്ത് നോക്കും കേട്ടോ. അവൻ്റെ കാണാതെ നമുക്ക് ഇന്ന് നോക്കാവേ. മായ്ക്കുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ
ചെയ്തോ. ഇവൻ ചെയ്യുന്നത് ചിലപ്പോൾ എന്നെക്കാട്ടും നന്നായിട്ട് ആയിരിക്കട്ടെ. എന്നുവെച്ചാൽ ചെയ്യുന്ന എന്നെക്കാട്ടും നന്നായിട്ട് ചെയ്തു നേരത്തെ. ഞാൻ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളുടെ അച്ഛൻ വീട്ടിലുണ്ടെങ്കിൽ അമ്മയും വീട്ടിലുണ്ടെങ്കിൽ ഇച്ചിരി അമ്മയും കാണാതെ റൂമിലിരുന്നത് വരയ്ക്കാൻ നോക്കുക. വരയ്ക്കാൻ നോക്കിയിട്ട് വരയ്ക്കാൻ ശരിയായെങ്കിൽ അവരെയൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ പറയും നല്ല രസമുണ്ട്, നീ അങ്ങനെ ഇത് വരച്ച്. ചിലപ്പോൾ പറയൂട്ടോ, എനിക്ക് അറിയില്ല, ചിലപ്പോൾ പറയുമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കും, നല്ല രസമുണ്ട്. കാര്യം ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ ഇത് ചെയ്യാം. നാട്ടിലെല്ലാവരും ഉണ്ടാകുന്ന സംഗതി. ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്തത് വർക്കായില്ല. അപ്പൊ ഒന്നും കൂടി ചെയ്യാൻ പോവാട്ടോ. ഞാനൊരു പ്രാവശ്യം ട്രൈ ഒക്കെ ചെയ്തല്ലേ. ഇപ്പൊ വർക്കാവോ പ്രാവശ്യം? ഞാൻ വരച്ചായിരുന്നു. അപ്പൊ ഇത് വേറെ ഇന്ത്യ വരയ്ക്കാൻ നോക്കിയിട്ട് വേറെ ഏതോ രാജ്യം വന്നത്. അപ്പൊ വേറെ ഒന്ന് വരയ്ക്കാൻ പോട്ടാ. എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ വായിക്കുന്നത്. ഇന്ത്യ വരച്ചു പോയിട്ട് വേറെ ഏതെങ്കിലും രാജ്യം ആയപ്പോല്ലേ. താഴെ കൂടെ വലിക്കും. ഇത് കൂടെ എനിക്കറിയാലോ. ഇതെന്താണോ വരയ്ക്കുന്നത്? ഇത് ഐസ് മലയാണോ?
അയ്യോ ഐസോലിയാന്ന് വരച്ചേണേ. വേറെ വേറെ രാജ്യമാണ്. എടാ ഞങ്ങൾ പറഞ്ഞ ഇന്ത്യ വരയ്ക്കാനല്ലോ, വേറെ വേറെ രാജ്യം വരയ്ക്കാനല്ലോ. അയ്യോ എന്റെ കണ്ണിക്കൂടെ വെള്ളം വന്ന് ചിരിച്ച് നോക്ക്. ഓഗസ്റ്റ് 15 തീയതിക്കില്ലേ നമ്മുടെ സ്വാതന്ത്ര്യദിനല്ലേ. അപ്പോൾ നമുക്ക് ഇത് വരച്ചു പഠിക്കുന്നതല്ലേ നല്ലത്. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ, അപ്പോൾ അവർക്ക് സന്തോഷമാവും. എൻ്റെ അധികം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിത് ഉണ്ടാക്കിയതാട്ടോ, ഇലയും വെച്ചിട്ട്. ഒരു എന്താ പറയുക, എന്തോ എനിക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേന്നറിയാം, പക്ഷെ എനിക്ക് പേരറിയില്ല എന്താന്ന്. ഞങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ദിവസം ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടുതരാം. പിന്നെ എല്ലാവരും പഠിച്ചിരിക്കുക. ഞങ്ങൾ ചില ദിവസം ഇതിൻ്റെ നന്നായിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ വീഡിയോയിൽ കണ്ടപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയത്. വരച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഭയങ്കര ഹാർഡായിരുന്നു എന്നിട്ടോ. പിന്നെ ഇത് വരച്ച് പഠിച്ചു നോക്ക്, അത് നല്ലതാ. പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായില്ല, ആ കൊച്ച് എന്നെക്കാട്ട് ചെറുതാണ്. അന്നൊരു വരച്ചപ്പോൾ ആ കൊച്ചിനൊരു ഇതുണ്ടായിരുന്നില്ല. ഇത് നമ്മൾ വരച്ച ഭയങ്കര ഹാർഡാണ്. ഇത്തിരി ആളൊക്കെ പഠിച്ച് എന്താ പറയുക വരയ്ക്കാൻ നോക്കിയിട്ടുണ്ടാവും, എന്നിട്ട് അങ്ങനെ പഠിച്ചായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം. ബൈ. Bye bye.